Stay tuned to Kids Corner and set free from all tensions and worries. പ്രൈസ് ഗോഡ്. എന്താണ് നിങ്ങളൊക്കെ കഴിക്കുന്നത്? ഇതിൻ്റെ പാക്കറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? പക്ഷെ നിങ്ങൾക്കറിയോ ഇതിലൊരു വളരെ മാരകമായൊരു വിഷാംശമുള്ളത്? MSG, അതായത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞൊരു വിഷാംശമുണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. അപ്പം നിങ്ങൾക്കിത് കഴിക്കണോ? വേണ്ട. അപ്പം ഇങ്ങനെ തന്നേക്ക്. മോളുടെ കയ്യിലിരിക്കുന്ന ആ കോളയും ഒട്ടും തന്നെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പം മോൾക്കിത് വേണോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് നമ്മുടെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദൈവം നമ്മൾക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യം തന്നിട്ടുണ്ട് ഇല്ലേ? ദൈവത്തിന് അതിൻ്റെ പിന്നിലൊരു പേർപ്പസും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കണോ? വേണ്ട. അപ്പോൾ ഇന്ന് നമ്മളുടെ ഡോക്ടർ അങ്കിൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഡോക്ടർ അങ്കിളിനോട് തന്നെ നിങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കാം. അപ്പോൾ നമുക്ക് വേഗം ഇന്നത്തെ വചനവും സുഖിച്ചൊപ്പം പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്. 1 കൊറിന്തോസ് 3:17 ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ഓക്കെ. ഇനി സുഹൃജപം. ഈശോയെ, അങ്ങയുടെ ആലയമാകുന്ന എൻ്റെ ശരീരം കാത്തു സൂക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, അങ്ങയുടെ ആലയമാകുന്ന എൻ്റെ ശരീരം കാത്തു സൂക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്കിളെ, എന്തുകൊണ്ടാണ് ആരോഗ്യം സമ്പത്താണെന്ന് പറയുന്നത്? നമ്മൾ എല്ലാവരും കൂടെ കേട്ടിട്ടുള്ളൊരു മുദ്രാവാക്യമാണ് ഹെൽത്ത് ഇസ് മൈ വെൽത്ത്. ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ് നമ്മുടെ ആരോഗ്യം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ജന്മനാൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ രോഗികളായി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആശുപത്രികളിലൊക്കെ രോഗികളായി കഴിയുന്ന ആളുകളില്ലേ. അതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. ദൈവം നമുക്ക് ദാനമായി നൽകിയ ഒരു സമ്പത്ത് തന്നെയാണ് ആരോഗ്യം. ആരോഗ്യത്തെ ഓർത്ത് നന്ദി പറയാറുണ്ടോ? രോഗം വരാതിരിക്കുമ്പോഴും ആരോഗ്യമുള്ളപ്പോഴും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം കേട്ടോ. അതുകൊണ്ട് ആരോഗ്യം ദൈവം നമുക്ക് നൽകിയ ഒരു സമ്പത്താണ്, ഒരു ദാനമാണ് കേട്ടോ. അതുകൊണ്ട് ആരോഗ്യം സമ്പത്താണെന്ന മുദ്രാവാക്യം, പ്രത്യേകിച്ച് ഈ ലോകത്ത് പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ആരോഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ, ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആരോഗ്യം എങ്ങനെയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്? പ്രഭാഷകന്റെ പുസ്തകത്തിൽ ആരോഗ്യത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒരു ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുക: ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠം, ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തേക്കാളും. നമ്മളെങ്ങനെയാണ് സ്വർണം വീട്ടിൽ സൂക്ഷിക്കാറ്? നമ്മൾ അലമാരിയിൽ അത് വളരെ ഭദ്രമായി സൂക്ഷിക്കും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് തന്ന ആരോഗ്യത്തെ അതിനെ വിലപിടിപ്പുള്ളതായി കരുതി അതിനെ കാത്തു സൂക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. സമയത്ത് ഭക്ഷണം കഴിക്കണം. നമ്മുടെ ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ശരിയാക്കണം. അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ പറയുന്നതനുസരിച്ച് മാതാപിതാക്കൾ നൽകുന്ന ഭക്ഷണങ്ങൾ നമ്മൾ സമയത്തിന് കഴിക്കണം. ഇന്ന് പല കുട്ടികൾക്കും ആരോഗ്യം ശരിക്കില്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? സമയത്തിന് ആഹാരം കഴിക്കില്ല. നിങ്ങൾ സമയത്തിന് ആഹാരം കഴിക്കുമോ? സമയാസമയങ്ങളിൽ കൃത്യമായി മാതാപിതാക്കൾ നൽകുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണം. ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ സമയത്തിന് നമ്മൾ ഉറങ്ങണം. നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് ശരീരത്തിന് റെസ്റ്റ് ആവശ്യമുണ്ട്. ഒരു 7 മുതൽ 8 മണിക്കൂറെങ്കിലും ഈ പ്രായത്തിൽ നിങ്ങൾ ഉറക്കത്തിന് സമയം കണ്ടെത്തണം. പഠിക്കാനുള്ളതൊക്കെ പഠിക്കണം, അതോടൊപ്പം തന്നെ വിശ്രമത്തിന് നിങ്ങൾ സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വ്യായാമം. ഓടിച്ചാടിയൊക്കെ കളിക്കണം. എപ്പോഴും ടി വിയുടെ മുമ്പിലും മൊബൈൽ ഫോണിലും ഒക്കെ കളിച്ച് ഇന്നത്തെ കുട്ടികൾ പുറത്ത് ഓടിക്കളിക്കാനൊക്കെ പലപ്പോഴും മറക്കുന്നുണ്ട്. ഇന്ന് പല കുട്ടികൾക്കും രോഗങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണം വ്യായാമം ഇല്ലാത്തതുകൊണ്ടാണ്. ഓടിക്കളിക്കാത്തതുകൊണ്ടൊക്കെ ഒത്തിരി രോഗങ്ങൾ വരുന്നുണ്ട്.
അതുകൊണ്ട് നമ്മുടെ ദൈവം തന്ന ആരോഗ്യം വളരെ വിലപിടിപ്പുള്ളതായി കരുതി നമ്മുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ നൽകുന്ന നല്ല നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ ശരിയായ ഭക്ഷണ രീതിയും ശരിയായ വ്യായാമവും ശരിയായ ഉറക്കവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തോട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക കൂടെ വേണം, അല്ലേ? എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ എനിക്ക് നല്ല ആരോഗ്യം എല്ലാ ദിവസവും നൽകി മുൻപോട്ട് പോകാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യത്തോടെ മുൻപോട്ട് പോകാൻ പറ്റും. രോഗം വന്നാൽ പ്രാർത്ഥിച്ചാൽ മതിയോ? എന്തിനാ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നത്? രോഗം വരുമ്പോൾ നമ്മൾ തീർച്ചയായും പ്രാർത്ഥിക്കണം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, രോഗം വരുമ്പോൾ അദ്ദേഹത്തെ സഭയിലെ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് കൊണ്ടുവരണം, അവർ തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും തന്നെ പറയുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ഡോക്ടർമാരെ കാണുകയും വേണം. വീണ്ടും ഞങ്ങളൊരു വചനം ഓർക്കുകയാണ്, 38-ാമത്തെ അധ്യായം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വൈദ്യനും രോഗശാന്തിയും. അങ്കളുടെ രോഗികളെ നോക്കുന്ന മുറിയിൽ അങ്കൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ആ വചനഭാഗം. അവിടെ പറയുന്നിങ്ങനെയാണ്, കർത്താവാണ് വൈദ്യനെ നിയോഗിച്ചത്. അതുകൊണ്ട് രോഗം വരുമ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു, നല്ലതുപോലെ പ്രാർത്ഥിക്കണം കേട്ടോ. അങ്കളിന് ഉണ്ണികൾക്കൊക്കെ രോഗം വരുമ്പോൾ അങ്കൾ ഉണ്ണീനെയും കൊണ്ട് ഈശോൻ്റെ അടുത്ത് പോയി അങ്കളും അങ്കളുടെ ആൻറ്റിയും ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ദൈവം നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്തും. ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദൈവം നിയോഗിച്ചവരാണ് ആര്? ഡോക്ടർമാർ. ഈ ലോകത്തിൽ മരുന്നുകളും ഒക്കെ ദൈവമാണ് ക്രമീകരിച്ചത്. അപ്പോൾ ഡോക്ടർമാരിലൂടെ കിട്ടുന്ന സൗഖ്യവും ആര് നൽകുന്നതാണ്? ദൈവം നൽകുന്ന സൗഖ്യവും. അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി ഡോക്ടർമാരുടെ അടുത്ത് പോയി കൃത്യമായി മരുന്ന് കഴിക്കണം. ഡോക്ടർമാർ നൽകുന്ന മരുന്ന് കൃത്യമായി കഴിക്കണം. അതുപോലെ തന്നെ പറയുന്ന മരുന്ന് കൃത്യമായി കഴിക്കുക. ആവശ്യമില്ലാതെ മരുന്നിൻ്റെ ഉപയോഗം കൂടുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് കൃത്യം ദിവസം എത്ര ദിവസം കഴിക്കാൻ പറഞ്ഞു അതനുസരിച്ച് കൃത്യം അത് കഴിക്കാൻ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വരം കിട്ടിയിട്ടുള്ളവരാണ്, ദൈവം നിയോഗിച്ചവരാണ് നമ്മൾക്ക് മരുന്ന് തരുന്ന ഡോക്ടർമാരെന്ന ബോധ്യത്തോടു കൂടെ നമ്മൾ മരുന്ന് കഴിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കണം, അതോടൊപ്പം ഡോക്ടർമാരെ ആവശ്യമെങ്കിൽ കണ്ട് മരുന്ന് കഴിക്കേണ്ടതും ആരോഗ്യം വീണ്ടെടുക്കാൻ ആവശ്യമാണ്. രോഗം വരാതിരിക്കാൻ ഭക്ഷണവും വ്യായാമവും മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? രോഗം വരാതിരിക്കാൻ ഒരു പരിധി വരെ അങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിത ക്രമങ്ങൾ പാലിക്കണം, ആഹാര രീതി, ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കണം, വ്യായാമം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ബൈബിളിൽ രോഗം വരുന്നതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ, തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്ന രംഗം നിങ്ങൾ ഓർക്കുന്നില്ലേ? അവിടെ ഈശോ പറയുന്നുണ്ട്, മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക, അല്ലേ? അതുകൊണ്ട് രോഗങ്ങൾ വരാൻ ഒരു കാരണം നമ്മുടെ പാപമാണ്. നമ്മൾ പാപം ചെയ്താൽ അത് രോഗത്തിന് കാരണമാകുമെന്ന് ബൈബിൾ വ്യക്തമായ സൂചന നൽകുന്നു. അതുകൊണ്ട് രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? പാപം ചെയ്യാതിരിക്കണം, എപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കണം. പിന്നെ ഈശോ പിശാച് ബാധിതനായൊരു ബാലനെ സുഖപ്പെടുത്തുന്ന രംഗം നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പോൾ പിശാച് ബാധ അല്ലെങ്കിൽ തിന്മയുടെ ശക്തികളുടെ ഇടപെടൽ മൂലവും നമുക്ക് രോഗങ്ങൾ വരാം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ ചില വിശുദ്ധർക്കൊക്കെ രോഗങ്ങൾ വരുമ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്ന എല്ലാം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ രോഗത്തിൻ്റെ സമയവും നമ്മളെ ദൈവത്തിലേക്ക്, രോഗം വരുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കും. ഈ സമയം നമ്മളെ ദൈവം കൂടുതലായിട്ട് വിശുദ്ധീകരിക്കും. അപ്പോൾ ഈ ലോകത്തിൽ രോഗങ്ങൾ വരുന്നത് അതിന് ബൈബിളിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ, ദൈവത്തോട് കൂടെ ആയിരിക്കാൻ, നമ്മളെ വിശുദ്ധീകരിക്കാനൊക്കെ ദൈവം ഇതുപോലെ നമുക്ക് രോഗങ്ങൾ, സഹനങ്ങളൊക്കെ തരാം. ഈശോ തൻ്റെ അടുത്ത് വന്ന എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഈശോയാണ് സുഖപ്പെടുത്തുന്ന ദൈവം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ലേ? അതുകൊണ്ട് ഈശോ സമഗ്ര വിമോചകനാണ്. അപ്പോൾ ഈശോ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി എല്ലാ തലങ്ങളിലും നമുക്കുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മൾ രോഗം വരുമ്പോൾ നന്നായി പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് അനുദപിക്കണം, മാപ്പ് ചോദിക്കണം. അടുക്കലൊക്കെ കുമ്പസാരിക്കണം നല്ലതാണ്. രോഗം വരുമ്പോൾ ഞങ്ങൾ ചെയ്യാറുണ്ട് പലപ്പോഴും, കുമ്പസാരിച്ചിട്ട് എത്ര നാളുകളായെന്ന് നോക്കും. അപ്പോൾ നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ കുമ്പസാരിക്കുന്നതും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും രോഗത്തിൻ്റെ സൗഖ്യത്തിന് ഏറ്റവും ആവശ്യമാണ്. ഭക്ഷണവും വ്യായാമവും ഉറക്കവും ഒക്കെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ കൂടുതലായി നമ്മൾ ഈശോയുടെ മക്കളായി നമ്മൾ
കൂടുതൽ എന്തിൽ ശ്രദ്ധിക്കണം? നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ആത്മാവ് സുഖപ്പെട്ടാൽ അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ രോഗസൗഖ്യത്തിന് കാരണമാകും. അതുകൊണ്ടാണ് പല ധ്യാനത്തിനുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ പ്രാർത്ഥിച്ച് യേശുവിന് സൗഖ്യം കിട്ടുമ്പോൾ എല്ലാ രോഗങ്ങളും മാറുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഈശോ ആണ് സമഗ്ര വിമോചകൻ. ഈശോ നൽകുന്ന സൗഖ്യം എല്ലാ തലങ്ങളിലും ഒരുപോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പറയാം ഈശോയോട്, ദൈവമേ, നീ തന്ന ആരോഗ്യം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, നല്ല രീതിയിൽ അത് കാത്തുസൂക്ഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപം ചെയ്യാതെ നല്ല കുട്ടികളായി ഈ ലോകത്തിൽ മാതാപിതാക്കൾ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്താ നമ്മുടെ മുദ്രാവാക്യം? ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. ദൈവം ദാനമായി നൽകിയ ആരോഗ്യത്തെ നമ്മുടെ സമ്പത്തായി നമുക്ക് കരുതാം. ഓക്കെ? അങ്കിളിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് അല്ലേ? പിന്നെ നിങ്ങൾ ഈ എന്താണ് പൊട്ടറ്റോ ചിപ്സും കോളയൊക്കെ കഴിക്കോ? ഇല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കണം. വാക്കാണോ? ഓക്കെ. അടുത്തത് നമ്മൾക്കൊരു ആക്ഷൻ സോങ് കാണാം. അതിനു മുമ്പ് വചനവും സുഹൃച്ചപ്പും ഒന്നും കൂടെ ഏറ്റു പറയാം. 1 കൊറിന്തോസ് 3:17 ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ഈ സുഹൃജപം. ഈശോയെ, അങ്ങയുടെ ആലയമാകുന്ന എന്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഓക്കെ. എല്ലാ ആഴ്ചയും നമ്മൾ ഓരോ വിശുദ്ധരുടെ കഥ വെച്ച് കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ കഥകളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാറുണ്ടോ? ഓക്കെ. ഇനി പറയാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അവരോട് എല്ലാ ട്യൂസ്ഡേയും കിഡ്സ് കോർണർ കാണാൻ പറയണം. ഓക്കെ. അപ്പോൾ ഇന്ന് അമ്മാമ്മ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്ന വാഴ്ത്തപ്പെട്ട എലിസബത്തിൻ്റെ കഥയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് വേഗം വചനോസുകർജപവും ഏറ്റു പറയാം. 1 കൊറിന്തോസ് 3:17 ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ഇനി സുഹൃജപം. ഈശോയെ, അങ്ങയുടെ ആലയമാകുന്ന എന്റെ ശരീരം കാത്തു സൂക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വാഴ്ത്തപ്പെട്ട എലിസബത്തിനെ കുറിച്ചാണ്. വാഴ്ത്തപ്പെട്ട എലിസബത്ത് 1880 ജനിച്ചത്. ഫ്രാൻസിൽ കറ്റെ കുടുംബത്തിൽ ജനിച്ചു. മാതാപിതാക്കൾ, അപ്പനൊരു സേനാധിപനായിരുന്നു, ജോസഫ് കറ്റെ.
അമ്മ മരിയ. അമ്മ നല്ല ദൈവവിശ്വാസവും ദൈവഭക്തിയുമുള്ള നല്ലൊരു സ്ത്രീയായിരുന്നു. സൗമ്യവും ശാന്തവുമായിരുന്നു അവരുടെ സ്വഭാവം. ഒരേ ഒരു മകളാണ് ഉണ്ടായിരുന്നത്, അതാണ് എലിസബത്ത്. എലിസബത്ത് സാധാരണ ഒരു കുട്ടിയായിരുന്നു. സാധാരണ കുട്ടിയെന്ന് പറഞ്ഞാൽ ഒരു തൊട്ടാവാടി സ്വഭാവം. എന്ത് പറയുമ്പോഴും ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടും. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവക്കാരിയായിരുന്നു. എന്നാൽ അമ്മ അവളോട് പെരുമാറിയിരുന്നത് ശാന്തമായിട്ടും സൗമ്യമായിട്ടും സ്നേഹമായിട്ടുമാണ്. അപ്പോൾ ആ സ്നേഹം ഇവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. 3-4 വയസ്സുള്ളപ്പോൾ അവൾ മുറിയിൽ കയറി ആ മുറിയിലുള്ള സാധനങ്ങളെല്ലാം അടിച്ച് പൊട്ടിച്ച് ഭയങ്കര ബഹളം വെച്ചു. അമ്മക്കത് സഹിച്ചില്ല. എങ്കിലും അമ്മ സൗമ്യമായിട്ട് തന്നെ അവളോട് പെരുമാറി. എന്നിട്ട് അവളോട് പറഞ്ഞ്, നീ ഈ കോപ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നിനക്ക് ഞാൻ സ്നേഹചുംബനം തരില്ല. അപ്പോൾ അമ്മയുടെ സ്നേഹചുംബനം കിട്ടിയില്ലെങ്കിൽ അവൾക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഈ കോപ സ്വഭാവം മാറ്റാൻ അവൾ ശ്രമിച്ചു. എങ്കിലും അത് നടന്നില്ല. 11ാമത്തെ വയസ്സിലാണ് അവൾ ആദ്യ കുർബാന സ്വീകരിച്ചത്. ആദ്യ കുർബാനയ്ക്ക് ഒരുക്കിയ സിസ്റ്ററും അതുപോലെ തന്നെ കുമ്പസാരിപ്പിച്ച അച്ഛനും ഒക്കെ അവൾ എങ്ങനെയായി തീരുമെന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു. അച്ഛൻ പറയുമായിരുന്നു, ഒരുപക്ഷെ ഇവൾ നല്ലൊരു വിശുദ്ധയായി ജീവിക്കും, അല്ലെങ്കിൽ ഒരു പാപിനിയായിട്ട് ജീവിക്കും എന്ന്. പക്ഷേ ഇവൾ ആ ആദ്യ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് അവൾക്ക് എന്തോ ഒരു മാനസാന്തരം ഹൃദയത്തിൽ സംഭവിച്ചു. മടങ്ങുന്ന വഴി, വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു കോൺവെൻറ്റിൽ കയറി. ആ മഠാധിപ ഇവൾക്ക് ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു ചിത്രം, അതായത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു ഛായാചിത്രം സമ്മാനിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, എലിസബത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാമോ? എലിസബത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം ദൈവഭവനം എന്നാണ്. അപ്പം ഇവൾ ആലോചിച്ച്, ഞാനിപ്പോൾ ഇതുവരെ ജീവിച്ചത് അങ്ങനെയൊന്നും അല്ലല്ലോ, അപ്പോൾ എനിക്കൊരു മാറ്റം വരുത്തണമെന്ന് അവൾ സ്വയം ചിന്തിച്ച് അന്ന് മുതൽ അതിനെ ശ്രമിക്കാൻ തുടങ്ങി. ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും അവൾ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞാണ് വീട്ടിലേക്ക് പോരുന്നത്. അത്ര നല്ലൊരു സ്വഭാവക്കാരിയായി മാറണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നല്ല കഴിവുള്ള കുട്ടിയായിരുന്നു. അതായത് പാടാനും അതുപോലെ തന്നെ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഇടവക പള്ളിയിൽ ഗാന ശുശ്രൂഷയ്ക്ക്, അതായത് കൊയറിൽ അംഗമായിരുന്നു. അതിൻ്റെ നേതൃത്വം അവളാണ് വഹിച്ചിരുന്നത്. അതുപോലെ തന്നെ മതപഠനം, വേദപാഠ ക്ലാസ്സിൽ അവൾ സജീവമായിരുന്നു. വേറൊരു കാര്യം, അവിടെയുള്ള കുട്ടികൾ സ്വഭാവ വൈകല്യങ്ങളുള്ള, ഇതുപോലെ ഇവളെ പോലെയുള്ള കുട്ടികളുണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചിരുത്തി കുറേ നേരം അവരോട് സംസാരിക്കുകയും ചെയ്യും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് സ്വഭാവ ദൂഷ്യമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ അവൾക്ക് നന്നാക്കിയെടുക്കാൻ പറ്റിയിരുന്നു. അവൾക്ക് കോൺവെൻറ്റിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയോടത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഏക മകളാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് മകളെ വിട്ടുപിരിയാൻ വലിയ പ്രയാസം. അമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ അമ്മയുടെ മനോഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഇവൾ ഒരു 7 കൊല്ലം കൂടി കാത്തിരുന്നു. വീട്ടിൽ തന്നെ അമ്മയോട് കൂടി കഴിഞ്ഞ്. അത് കഴിഞ്ഞ് അവൾ അമ്മയുടെ അനുവാദത്തോടു കൂടി തന്നെ കോൺവെൻറ്റിൽ ചേർന്നു. കോൺവെൻറ്റിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ആ കോൺവെൻറ്റിൽ എല്ലാവരുടെയും നല്ല ഒരു സ്വഭാവക്കാരിയായ നല്ലൊരു സിസ്റ്ററായിട്ട് അവൾ മാറിക്കഴിഞ്ഞിരുന്നു. എല്ലാവരോടും നല്ല സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം പകർന്നു കൊടുക്കുന്ന ഒരു നല്ലൊരു സിസ്റ്റർ. അങ്ങനെ 5 കൊല്ലമേ പക്ഷേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് ഒരു രോഗം വന്ന്
880-ലല്ലേ ജനിച്ചത്. 1906 അതായത് 26 വയസ്സുള്ളപ്പോൾ അവൾ മരിച്ച് കഴിഞ്ഞ് നമ്മുടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയില്ലേ, മാർപ്പാപ്പയാണ് ഇവളെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചത്. വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇവൾക്ക് 26 വയസ്സ്. ഈശോയെ, ആ ആംബുലൻസിലുള്ള രോഗിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണേ. രോഗിയെയും വീട്ടുകാരെയും ആശ്വസിപ്പിക്കണേ. പലപ്പോഴും ഈ ആംബുലൻസ് സൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഏത് വണ്ടിയിലാണ് ആ വണ്ടി മാറ്റി കൊടുക്കും. പക്ഷെ നിങ്ങൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? ഈ ആംബുലൻസ് ഇത്രയും ട്രാഫിക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും, ഇല്ലേ? ഇത്രയും ട്രാഫിക്കിലൂടെ അവർ കടന്നു പോകണം. ഈ ഒരു സമയത്ത് 1 മിനിറ്റ്, പോട്ടെ 5 മിനിറ്റ് പോലും അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പം നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? അവർ കറക്റ്റ് സമയത്ത് സേഫായിട്ട് എവിടെയാണ് എത്തേണ്ടതെന്ന് വെച്ചാൽ അവിടെ എത്താനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇനി മുതൽ ചെയ്യോ? ഓക്കെ. അപ്പം നമുക്കൊന്നും കൂടെ വചനവും സുഖർജപം ഏറ്റു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 1 കൊറിന്തോസ് 3:17 ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ഇനി സുഖർജപം. ദൈവമേ, അങ്ങയുടെ ആലയമാകുന്ന എന്റെ ശരീരം കാത്തു സൂക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.